ഹരിയാനയിൽ ലീഡ് കൂടുന്നു 67, BJP 12ലേക്ക് ചുരുങ്ങുന്നു. കോൺഗ്രസ് സഖ്യം 67ലേക്ക്, INC സഖ്യം 67ലേക്ക് ലീഡ് ഉയർത്തുന്നു. BJP 12ലേക്ക് ചുരുങ്ങുന്നു. അടിയേറ്റിരിക്കുന്നത് പത്തിക്ക് തന്നെയാണ്. കാരണം ചെറിയ അടിയല്ല കിട്ടിയിരിക്കുന്നത്, ഇത് തൂത്തുവാരിയിട്ട് ഇടിയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമ്മാതിരി തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു അസാധാരണമായ കുതിപ്പെന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയും. വിഷ്ണു, ഒരുപക്ഷെ കോൺഗ്രസ് സഖ്യത്തിന്റെ നേതാക്കൾ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് പോകുന്നത്. കാരണം 67-12 ഇതിപ്പോൾ ട്രെൻഡ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. 67-12 അസാധാരണമായ കുതിപ്പ്. അത്രമേൽ ജനരോഷം ആ സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു അവിടെ എന്നതാണ്. BJP സർക്കാരിന് അത്രമേൽ ജനരോഷം. അത് നവാബ് സിംഗ് സൈനി എന്ന മുഖ്യമന്ത്രിയുടെ നേർക്ക് മാത്രമല്ല അത് ചെന്നുകൊള്ളുന്നത്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, അമിത്ഷായ്ക്ക്, JP നദ്ദയ്ക്ക് എല്ലാവരും ഇതിന് മറുപടി, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ വാങ്ങേണ്ടി വരും അതിൻ്റെ ഓരോ പങ്കും. മനു, തീർച്ചയായിട്ടും ഏറ്റവും വലിയ BJPക്ക് ഒരു പക്ഷേ സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ തിരിച്ചടിയിലേക്ക് BJP പോകുന്നു എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ആ BJP ഏറ്റവും വലിയ പ്രചരണം ഹരിയാനയിൽ നടത്തിയിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെ ഹരിയാനയിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രചരണമാണ് നടത്തിയത്. എന്നിട്ട് പോലും BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് BJP പോകുന്നു എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. BJPക്ക് സമീപകാലത്ത് നേരിട്ടതിൽ ഏറ്റവും വലിയ തിരിച്ചടി തന്നെ BJPക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് ഈ ഒരു സീറ്റ് നില, ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ പോലും ഇത്തരത്തിലൊരു തിരിച്ചടി BJPക്ക് പ്രവചിച്ചിരുന്നില്ല. ആ എക്സിറ്റ് പോളുകളിൽ പോലും പ്രവചിച്ചിരുന്നത് ഹരിയാന മന്ത്രിസഭയിൽ തന്നെ 12 കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല BJPക്ക്, അല്ലേ മനു? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ. എല്ലാ മന്ത്രിമാരും തോറ്റു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി തൊട്ടെങ്കിൽ തുടങ്ങുകയാണ്. ഓരോരുത്തരായി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇനി പറയാനുള്ള വകുപ്പൊന്നുമില്ല. എല്ലാവരും തോറ്റു നിൽക്കുന്നു. അതിദയനീയം. വേരോടെ താമരയെ പിഴുതെറിയുന്ന കാഴ്ച. ഹരിയാനയിലെ കർഷകരോട് കളിക്കരുതെന്ന് പറയുകയാണ് ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ. ഞങ്ങൾ നിങ്ങളെ അന്നമൂട്ടുന്നവരാണ്. ആ അന്നമൂട്ടുന്ന കൈകൊണ്ട് തന്നെ നിങ്ങളെ ശിക്ഷിക്കാനും ഞങ്ങൾക്കറിയാം. കൈകളിൽ ഇങ്ങനെ പണിയെടുത്തതിൻ്റെ തഴമ്പ് കാട്ടിക്കൊണ്ടാണ് ആ മനുഷ്യർ പറയുന്നത്. ഇത് വെറുതെ ഇരുന്നുണ്ടായതല്ല, പണിയെടുത്തുണ്ടായ തഴമ്പാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ആ മനുഷ്യർ. അവരോടാണ് മുട്ടാൻ പോയത്, അവരെയാണ് വളഞ്ഞിട്ട് തല്ലിയത് ഹരിയാനയുടെ അതിർത്തികളിൽ. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ശംഭു അതിർത്തിയിൽ ഒക്കെ തല്ലിച്ചതച്ചില്ലേ അവർ സമരമിരുന്നപ്പോൾ അവരെ കൊലപ്പെടുത്തിയില്ലേ, അവരെ കഷ്ടപ്പെടുത്തിയില്ലേ? അന്നവർ മനസ്സിൽ കുറിച്ചു വച്ചതാണ്, ഈ ഞങ്ങളുടെ അവസരം വരും, അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകുമെന്ന്. ഇതാ അവരുടെ അവസരം വന്നപ്പോൾ ഏറ്റവും മനോഹരമായ മറുപടി അവർ നൽകിയിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ മറുപടി എഴുതി കയ്യിൽ കൊടുത്തിരിക്കുന്നു BJPയുടെ. ഇതാ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന് എഴുതി കയ്യിൽ കൊടുക്കുകയാണ് ഹരിയാനയിൽ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 67 സീറ്റുകളിൽ, 90 സീറ്റാണ് ആകെയുള്ളത്, അതിൽ 67 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു INC സഖ്യം. അതായത് കോൺഗ്രസും CPIM അടങ്ങുന്ന സഖ്യം 67 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്.